ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. പുല്ലാളൂർ എന്ന് പറയും, അതായത് നരിക്കുനി കോഴിക്കോട് ആ ഭാഗത്തേക്കാണ് വരുന്നത്. പുല്ലാളൂർ എന്ന് പറഞ്ഞ സ്ഥലമാണേ. അപ്പം ഞങ്ങളിങ്ങനെ പോയി ഇത് ഏകദേശം നടുവണ്ണൂർ എത്തി കേട്ടോ. അപ്പം നമ്മളെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷമായിരിക്കില്ലേ. അപ്പോൾ ആ ഒരു സന്തോഷമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയാം, എന്താ എത്താത്ത നമുക്ക് വീട്ടിലേക്ക് പോകുമ്പോൾ, നമ്മളെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ എത്ര ദൂരമായാലും എത്തൂല. പിന്നെ അപ്പോഴേക്ക് പെട്രോൾ തീർന്നല്ല, പെട്രോൾ കുറഞ്ഞപ്പോൾ കുറച്ച് പെട്രോളൊക്കെ അടിച്ച് പിന്നെയും പോവുകയാണേ. പോയി അപ്പം ഏകദേശം ഞങ്ങൾ ബാലുശ്ശേരി എത്തിട്ടോ. അതാണ് ബാലുശ്ശേരി സ്റ്റാൻഡ് കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു അരമണിക്കൂർ യാത്ര ചെയ്താൽ നരിക്കുനി എത്തും. നരിക്കുനി എത്തി. നരിക്കുനി ഞങ്ങളെ വളവ് കുമാരസ്വാമി റോഡിലേക്ക് തിരിയാട്ടോ. അപ്പം തന്നെ നമ്മൾ സന്തോഷം വരാൻ തുടങ്ങി. കാരണം നമ്മളെ നാട്ടിലേക്ക് എത്തും തോറും നമ്മളെ സന്തോഷം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. ഇനി കുറച്ച് ദൂരം, ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലേക്ക് എത്തുകയാണ് കേട്ടോ. ഒരു കൊച്ചു ഗ്രാമമാണ്. പക്ഷെ ഗ്രാമമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഗ്രാമത്തിൽ. അപ്പം ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും നമ്മൾ നല്ല പരിചിത മുഖങ്ങളൊക്കെ കണ്ടു തുടങ്ങും. എല്ലാവരും കുശലാന്വേഷണം നടത്തലും സന്തോഷം, എല്ലാവരും ആ ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പം എല്ലാവരെയും കാണാൻ പറ്റുന്നൊരു സന്തോഷം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഞാൻ കളിച്ച് വളർന്ന വയലുകളാണ് ഇതൊക്കെ. ഞങ്ങൾ കുട്ടികളെല്ലാം കൂടെ കളിച്ച വയലുകൾ, വേനൽക്കാലത്തും പിന്നെന്താ പറയുക, ഓണത്തിന് പൂ പറിക്കുന്ന തുമ്പപ്പൂവൊക്കെ പറിക്കുന്ന വയലുകളാണ്. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഈ ഒരു ഭാഗ്യമില്ല, ഞങ്ങൾക്കുള്ള പോലത്തെ ഭാഗ്യം. ഈ കുളം ഒക്കെ എന്താ പറയുക, നമ്മൾ വലിയൊരു ഓർമ്മകളാണ്. ഏകദേശം വീട്ടിലെത്താനാകുമ്പോൾ വീട്ടിനടുത്ത് തന്നെ ഉള്ള ഒരു ഏട്ടനെ കണ്ടു കേട്ടോ. അപ്പോൾ അവരെന്തോ ആവശ്യത്തിന് റോട്ടുമ്മലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ വരുന്ന വിശേഷമൊക്കെ പറഞ്ഞതാ, ഇതെൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയാണ്, നിങ്ങൾ കാറ് അങ്ങോട്ടേക്ക് പോവില്ല. അപ്പോൾ അത് അടുത്ത വീട്ടിലൊരു ചേച്ചിയായിട്ട് സംസാരിച്ചുകൊണ്ട് പോവുക, എന്താ കുറേ സാല വരാത്തെന്നൊക്കെ ചോദിക്കാം. അതാ ഈ ഇടവഴിയിൽ കൂടെ അങ്ങനെ പോവുക. നല്ല വെള്ളമാണ് കേട്ടോ. മഴക്കാലമായി കഴിഞ്ഞാൽ ഇടവഴിയിൽ നല്ല വെള്ളം ഉണ്ടാവും. ഈ വെള്ളത്തിലൂടെ ചവിട്ടിയിട്ട് വേണം വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ അമ്മ കാത്തിരിക്കുന്നുണ്ടാവും. അമ്മ അവിടെ കാത്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം എൻ്റെ അച്ഛനില്ല ഞങ്ങളെ കാത്തിരിക്കാൻ. ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. 5 വർഷം മുമ്പ് അച്ഛൻ മരിച്ചു. അപ്പം ആ ഒരു ദുഃഖമേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അമ്മമ്മയും മോനും കൂടെയുള്ള സ്നേഹപ്രകടനങ്ങളുണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ അടിയും തുടങ്ങും. സ്നേഹവും ഉണ്ടാവും, അടിയും തുടങ്ങും. പിന്നെ എൻ്റെ ഓരോ കളി കേട്ടോ. ഉമ്മയൊക്കെ വെച്ചിട്ട് ഞാൻ അകത്തേക്ക് കയറാൻ പോവുകയാണേ. ഇത് 45 വർഷം പഴക്കമുള്ള വീടാട്ടോ. ഞാൻ ജനിച്ച് കളിച്ച് വളർന്ന വീടാണേ. അപ്പോൾ ഞങ്ങൾ തിരുമാന്താംകുന്ന് ഒരു ഫോട്ടോ വാങ്ങിയിട്ടുണ്ട്, മോൻ അമ്മമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അമ്മമ്മേൻ്റെ പിറന്നാളാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കൊടുത്തു. അമ്മയെ പൂജാമുറിയിൽ വെച്ചിട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞാനും അമ്മയും കൂടെ കോലാലിരുന്ന് വർത്താനം പറയാം. ഇങ്ങനെ ഓരോ വർത്താനം പറയാം കേട്ടോ. നാട്ടു വർത്താനമുണ്ട്, വീട്ടു വർത്തമാനമുണ്ട്, പിന്നെ മഴേനെ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ പുതിയതായിട്ട് കുറച്ചായിട്ട് നടക്കാനൊക്കെ പോവാറുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ പറയാം. അപ്പുറത്തെ വീട്ടിലെ അമ്മയും ഒരുമിച്ച് ഞങ്ങൾ നടക്കാൻ പോവും. പിന്നെ കാലാവസ്ഥ ഇങ്ങനെ ഭയങ്കര തണുപ്പാണ്, മഴയാണ് എന്നൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയിൽ മോൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തുള്ള പീടികയിലേക്ക് പോവുകയാണ് കേട്ടോ. ഇവിടെ വന്നാൽ വിനിക്കുട്ടൻ എന്തായാലും പീടികയിൽ പോകണം, ശിവേട്ടൻ്റെ പീടികയിലേക്ക് പോവുക. അപ്പം അതിനിടയിൽ അവന് മീനും പിടിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് വീഡിയോ എടുത്തപ്പോൾ അത് എവിടെയോ കട്ടായിപ്പോയി. അപ്പോൾ അതാണ് എടുക്കാൻ പറ്റാത്തത്. എന്തായാലും ഞങ്ങൾ പീടികയിൽ പോട്ടെ. അപ്പോൾ ഈ വെള്ളത്തിലെ പറ്റി പറയാമോ? ഞങ്ങളൊക്കെ ഇവിടുന്ന് എത്രയോ മീൻ പിടിക്കുകയും ഇതൊക്കെ ആക്കിയതാണ്. പിന്നെ അന്നൊക്കെ നല്ല രസമായിരുന്നു. ഞങ്ങൾ ഈ റോഡ് അന്നില്ല, ആ റോഡില്ലാതെ പണ്ടത്തെ റോഡാണ്. അപ്പോൾ ഈ കാവ്യൊന്നുമില്ല. അപ്പോൾ ഇതിലത്തെ വെള്ളം മുഴുവൻ റോഡിൽ കൂടിയാണ് കുത്തി ഒലിച്ച് വരിക. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാ കുട്ടികളും അധികവും ഈ വെള്ളത്തിൽ തന്നെ ആയിരിക്കും കേട്ടോ. അന്ന് വാഹനങ്ങളും ഇല്ലല്ലോ. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റോട്ടിലൊക്കെ നല്ല സുഖമായിട്ട് കളിക്കാം. നല്ല മണ്ണിൻ്റെ ചളിയായിട്ട് ചെരുപ്പൊക്കെ ആണ്ടുപോയി നല്ല രസമായിരുന്നു കേട്ടോ അന്നൊക്കെ. ഇന്നത്തെ കുട്ടികൾക്കൊന്നും ഇത്ര ഭാഗ്യമൊന്നുമില്ല. അപ്പോൾ ഇവന് എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ഈ ഒരു ഇത് കിട്ടുന്നത്. ഈ വെള്ളത്തിൽ കളിയും മീൻ പിടുത്തവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കിട്ടുക എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ പീടികയിൽ പോയി, ശിവേട്ടൻ്റെ പീടികയിൽ പോയി. അവിടെ അന്ന് മഞ്ചൊക്കെ വാങ്ങി തിരിച്ചു വന്നു. അപ്പോൾ അമ്മ ചേനത്തണ്ട് ഒടിക്കുക, ചേനേൻ്റെ തണ്ട് കൂട്ടാൻ വെക്കാൻ വേണ്ടി എടുക്കാൻ പോവുക. അപ്പോൾ അവിടെ ഒരു പൊട്ടക്കിണറുണ്ട്. അപ്പോൾ ആ കിണറിനെ പറ്റിയിട്ട് വീനും ഇങ്ങനെ ചോദിക്കുക. അവനെ അങ്ങോട്ട് വിടാറേ ഇല്ല ഞങ്ങൾ കേട്ടോ. അപ്പോൾ ആ കിണറ്റിൽ എന്താ ഉള്ളത്, അപ്പോൾ കിണറ്റിൽ എങ്ങനെയാണ് വെള്ളം എന്തൊക്കെയാണെന്നൊക്കെ ചോദിക്കുക. അപ്പോൾ അവന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. കർക്കിടക മാസമായി കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതെല്ലാം വെള്ളം പുറത്തേക്ക് വരും. ഞങ്ങളപ്പോൾ അവിടെ നിന്നാണ് കളിക്കുക.
അതിൽ കുറേ മീനുകളൊക്കെ ഉണ്ട് എന്നൊക്കെ മീനുണ്ടൊക്കെ ചോദിക്കാൻ പറഞ്ഞു. കുറേ മീനുകളൊക്കെ ഉണ്ടായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അപ്പോൾ അവിടുന്ന് പിടിക്കുന്ന മീനുകളൊക്കെ ഈ കിണറ്റിൽ കൊണ്ടിടും. അപ്പം ഞങ്ങളെ കിണർ ഇതാണ്, ഞങ്ങൾ ഉപയോഗിക്കുന്ന കിണർ. അപ്പം അതിൽ കൊണ്ടിടും. അപ്പം അത് നല്ല വെയിലുണ്ടെങ്കിൽ ഈ മീനിനെയൊക്കെ പുറത്ത് കാണാം കേട്ടോ. ഇപ്പം മഴയായതുകൊണ്ട് അങ്ങനെ കാണുന്നില്ല. മറ്റേ വെയിലത്ത് ഇങ്ങനെ എല്ലാം നല്ല തെളിഞ്ഞിട്ടൊക്കെ കാണലുണ്ട്. മീനൊക്കെ ഉണ്ടാവും, മേലോട്ട് പൊന്തി വരും. അപ്പം അതൊക്കെ അത് വിനിക്കൂട്ടം കാണിച്ചു തരാണ്, മീനിനെ കാണുന്നുണ്ടോയെന്ന്. അപ്പോഴാണ് ഞങ്ങളെ ചീരമ്മ വന്നത്. അമ്മയ്ക്ക് ഞങ്ങൾക്കൊക്കെ സഹായത്തിന്, ഞങ്ങളെ നാട്ടിൽ ഏകദേശം എല്ലാ വീടുകളിലും സഹായത്തിന് വരുന്നതാണ് കേട്ടോ ചീരമ്മ. അപ്പോൾ ചീരമ്മ ചോദിക്കുക ഫോട്ടോ എടുക്കുകയാണോ, ഒന്ന് എൻ്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തരണേന്നൊക്കെ പറയാം കേട്ടോ അവർ. അപ്പോൾ വിനിക്കൂട്ടം ഫോട്ടോ എടുത്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിക്കുകയായിരുന്നു. ചോറും സാമ്പാറും കായപ്പേരിയും ചേനത്തണ്ടെരിശ്ശേരിയും നെല്ലിക്കാക്കറിയും മോരും ഒക്കെ കൂട്ടിയിട്ടൊരു ചോറും കഴിച്ചു. കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അങ്ങനെ ഇരുന്നു കേട്ടോ. ഇരുന്ന് കഴിഞ്ഞ് ഞാൻ പതുക്കെ പുറത്തിറങ്ങി. ഞാൻ ഇവിടെ നിന്നൊക്കെ ഒന്നിങ്ങനെ ഫോട്ടോ എടുത്താൽ കേട്ടോ. ഇറങ്ങാൻ നിൽക്കുക, പുറപ്പെട്ട് ഇറങ്ങാൻ നിൽക്കുക. അപ്പോൾ അതാ ഇവിടെ ഞങ്ങൾ വീടിൻ്റെ ചുറ്റും വീടുകൾ തന്നെയാണ്, അടുത്തടുത്തടുത്ത് വീടുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നമില്ല. ഒന്ന് വിളിച്ചാൽ കേൾക്കുന്നത്, ഒരു ലൈറ്റ് ഇട്ടാൽ കാണുന്ന അത്രയും അടുത്തടുത്ത് തന്നെയാണ് വീടുകൾ കേട്ടോ. കാണാത്തതുകൊണ്ടാണ് കുറച്ച് അങ്ങനെ ആകുമ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കാണാഞ്ഞിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങുകയാണ്. അമ്മേനോട് ടാറ്റ പറഞ്ഞു. അപ്പുറത്തെ ചീരമ്മ ഉണ്ട് നിൽക്കുന്നത്. ചീരമ്മേനോട് ഞാൻ പോട്ടെ പിന്നെ വരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇറങ്ങി. ഞങ്ങൾ കാറിലൊക്കെ കയറിയപ്പോൾ മീനുക്കുട്ടൻ വരുന്നുണ്ട്. ഞങ്ങൾ കയറി ഇറങ്ങി പിന്നെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ആൾ വരുന്നത്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ.